ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, രാവിലെ എണീറ്റ് വായ വൃത്തിയാക്കാതെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, പല അസുഖങ്ങളും വരാതെ നോക്കാം എന്ന് ശാസ്ത്രീയമായി പറയുന്നു. ഈ വിഷയങ്ങൾ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് പറയട്ടെ, കാലത്ത് എഴുന്നേറ്റ് പാടെ, അതായത് വായ വൃത്തിയാക്കുന്നതിന് മുമ്പ് വെള്ളമാകട്ടെ ചായ ആകട്ടെ ഒക്കെ കഴിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമാണ് എന്ന് കരുതുന്നില്ല. കാരണം നമ്മളെ വായൊക്കെ വൃത്തിയാക്കുക, പല്ലൊക്കെ തേക്കുക, വായ വൃത്തിയാക്കുക, അതിനുശേഷം നമ്മൾ വെള്ളം കഴിക്കുക എന്നുള്ളതായിരിക്കും ഉചിതം എന്നാണ് പറയാനുള്ളത്. അപ്പോ ഹദീസിൽ ചില പ്രയോഗങ്ങളുണ്ട്, അലരീഖെന്ന്. അപ്പൊ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് എഴുന്നേറ്റാല് വായിലുണ്ടാകുന്ന അഷണ്ടകള്, ആ വൃത്തികേടുകള് ഉള്ള സമയത്ത് വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കാം, ചായ കുടിക്കാം എന്നുള്ളതാണ്. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലരീഖ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും വയറ്റിൽ എന്നുള്ളതാണ്. അതായത് പല്ലൊക്കെ തേച്ച് വായൊക്കെ വൃത്തിയാക്കി മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം കുടിച്ചാൽ അതിന്റെ ഗുണം അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതായിരുന്നാലും ഇതിന്റെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ കാലത്ത് എഴുന്നേറ്റ് പാടെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വായ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പല ലേഖനങ്ങളിലും കാണാം. എന്നാൽ ചില ദോഷങ്ങളുണ്ട് എന്ന് വേറെ മറ്റു ചില ലേഖനങ്ങൾ കാണാം. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാഹു അഅലം, നമുക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് കൂടുതൽ തണുപ്പുള്ള വെള്ളം കാലത്ത് വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് ദോഷകരമാണെന്ന് പറയുന്നു. അതേ അവസരത്തിൽ സാധാരണഗതിയിൽ ഒരു പാകത്തിന് തണുപ്പുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഗുണകരമാണ്. അത് ദഹനപ്രക്രിയ നന്നാക്കി തീർക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള വിഷാംശങ്ങൾ പുറന്തള്ളും, അത് പുറന്തള്ളാൻ സഹായിക്കും, ആക്കം കൂട്ടും എന്നൊക്കെ പറയുന്നു. അവ ചുരുക്കത്തിൽ പറയാനുള്ളത് അത് ആ ശാസ്ത്രീയ വശങ്ങള് അതുമായി ബന്ധപ്പെട്ട ഇനിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്ന വചനമുണ്ട്. എന്നാൽ അത് ദുർബലമാണ്. അതായത് അള്ളാഹുവിന്റെ റസൂല് വെറും വയറ്റിൽ നിങ്ങൾ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നബി വചനമുണ്ട്. പക്ഷേ ആ വചനം ദുർബലമാണ്. കശ്ഫുൽ ഖഫാവ മുസീലുൽ ഇൽബാസ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്താൻ ലാ തഷ്റബിൽ മാ അല റീഖ്, വെറും വയറ്റിൽ വെള്ളം കുടിക്കരുത്. ഇത് ജനങ്ങളുടെ നാവുകളിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യാപകമായ തോതിൽ ഉള്ള ഒരു വചനമാണ്. അപ്പോ അത് അങ്ങേയറ്റത്തെ ദുർബലമായ സംഗതിയാണ്. അതുപോലെ തന്നെ മൻ ശരിബൽ മാ അല റീഖ് ഉൻതുഖിസത് ഖുവ്വതുഹു, ആരെങ്കിലും വെറും വയറ്റിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ ശക്തി കുറയും എന്ന് പറയുന്ന വചനങ്ങൾ. അപ്പോ ഇതൊക്കെ ഈ രണ്ട് വചനം കൊടുത്തിട്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്തറിയോ, വകിലാഹുമാ സനദുഹു ലഈഫുൻ, ഇവ രണ്ടിന്റെയും പരമ്പരകൾ ദുർബലമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത്. വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് വചനമുണ്ട്, പക്ഷെ ആ വചനം ദുർബലമാണ്. അതുകൊണ്ട് വെള്ളം കുടിക്കാം, പക്ഷേ വെള്ളം കുടിച്ചാൽ അത് ശരീരത്തിന് ഗുണകരമാണ് എന്ന് ആ വിഷയത്തിൽ അവഗാഹമുള്ള, ആരോഗ്യ സംബന്ധമായ അവഗാഹമുള്ള ആളുകളോട് ചോദിക്കേണ്ടതുണ്ട് എന്നുള്ള പറയാനുള്ളത്. അതോടൊപ്പം വെറും വയറ്റിൽ സഫർജൽ കഴിക്കുവിൻ, എന്നാൽ നെഞ്ചിന്റെ അസുഖങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കാണാം, ഹദീസ്. പക്ഷെ അതൊക്കെ ദുർബലമാണ്. കുലു സഫർജൽ അല റീഖ് ഫഇന്നഹു യുദ്ഹിബു വഗ്റ സദർ, സഫർജൽ കഴിക്കുവിൻ വെറും വയറ്റിൽ, എന്നാൽ നിങ്ങളുടെ ഈ നെഞ്ചിരിപ്പ് പോലെയുള്ള രോഗങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞുകൊണ്ടുള്ള നെഞ്ചുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ മാറുന്ന പറയുന്നത്. പക്ഷേ ആ ഹദീസ് ദുർബലമാണ്, ലഈഫാകുന്നു. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല പോലും അത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മദീനത്തുള്ള 7 അജ്വാക്കാരക്കുകൾ കഴിച്ചാൽ എങ്ങനെ അലർജീക്ക് വെറും വയറ്റിൽ കഴിച്ചാൽ അത് അന്ന് ലാ യളുറുഹു യൗമഹു ദാലിക ഹത്താ യുംസിയ, അന്ന് വൈകുന്നേരം വരെ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നാണ്, ദോഷം ബാധിക്കൂല എന്നുള്ളതാ. അതൊക്കെ തെറ്റായ കാര്യമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത്. പ്രത്യേകിച്ച്
ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് വിഷം ബാധിക്കുകയില്ല എന്നാ. അപ്പൊ അതൊന്നും വസ്തുനിഷ്ഠമായിട്ട് പറയാവുന്ന സംഗതിയല്ല എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ഒരു ഹദീസിന്റെ ചുരുക്കം, അത് ഇമാം തബറാനി ഉദ്ധരിച്ചതാണ്. അദ്ദേഹം അതിൽ പറയുന്നത്, ഒരാട്, ഈ പ്രത്യേകിച്ച് ചില സ്ത്രീകൾക്ക് ഈ അസ്ഥി ഉരുക്കം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകും. ആ രോഗം ഉണ്ടായിക്കഴിഞ്ഞാല് അങ്ങനെയുള്ള സ്ത്രീകള് ഈ ആടിന്റെ പിൻഭാഗം, അതിന്റെ മാംസം, അപ്പൊ അതുകൊണ്ട് സൂപ്പ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ആ അസുഖം മാറും. പക്ഷെ അത് എപ്പോ കഴിക്കണം എന്നാണ് അത് ഈ ചോദ്യത്തിൽ വന്നതാ. ഫലിയത്ഇം കുല്ല യൗമിൻ ജുസ്അൻ അലർരീഖ്, വെറും വയറ്റില് അതിന്റെ വെള്ളം കഴിക്കണം, ആ സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ വെള്ളം കഴിക്കണം എന്നാ പറയുന്നത്. ആ വചനം കൊടുത്തിട്ട് മഹാനായിട്ടുള്ള അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈതമി പറയുന്നത്, ആ ഹദീസിന്റെ സനദ് വരിജാലുഹു സികാത്തുൻ, വിശ്വസ്തന്മാരാണ് എന്നുള്ളതാണ്. അതായത് സ്വീകരിക്കാൻ കൊള്ളാവുന്ന വചനമാണ് എന്നർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ നമുക്കിവിടെ പറയാനുള്ളത്, സഹോദരങ്ങളെ, എഴുന്നേറ്റപാടെ വായ വൃത്തിയാക്കുന്നതിന് മുമ്പ് കോഫി ആകട്ടെ വെള്ളമാകട്ടെ അത് കുടിക്കുന്നത് ശരിയല്ല എന്നാണ്. പ്രത്യേകിച്ച് കാലത്ത് എഴുന്നേൽക്കുമ്പോ വായിൽ ധാരാളം അഷണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഉണർത്തുവാനുള്ള ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വെള്ളം കുടിക്കരുത് എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. മൂന്നാമത്, ഇങ്ങനെ ഈ എഴുന്നേറ്റ പാടെ വെറും വയറ്റിലാകട്ടെ അല്ലെങ്കിൽ എഴുന്നേറ്റ പാടെ ആകട്ടെ വെള്ളം കുടിക്കുക എന്നുള്ളത് ഇസ്ലാമില് സുന്നത്തോ അല്ലെങ്കിൽ വാജിബോ ആയിട്ടുള്ള കാര്യമല്ല, പ്രത്യേക പുണ്യം കിട്ടുന്ന കാര്യമല്ല. ആരോഗ്യ സംബന്ധമായ കാര്യം, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശരീരത്തിന് ദോഷം ചെയ്യുമോ ഗുണം ചെയ്യുമോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇഷ്ടം പോലെ പ്രവർത്തിക്കാവുന്നതാണ്. ഇസ്ലാമില് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വചനം അസ്വീകാര്യമാണ് അല്ലെങ്കിൽ സ്വീകാര്യമല്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.